നമ്മളെല്ലാവരും ചേർന്ന് കാശ്മീരിൽ കൊല്ലപ്പെട്ട ശ്രീ രാമചന്ദ്രൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങി ഇന്നത് കൊച്ചി നഗരത്തിൽ പൊതുദർശനത്തിനായി വയ്ക്കുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ തിങ്ങി നിറയുന്ന വേദനയും പ്രയാസവും പ്രതിഷേധവുമാണ് അലയടിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ നമ്മൾ ഓരോ പൗരന്മാർക്കും നേരെ നടന്ന ആക്രമണമായിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. രാമചന്ദ്രൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും എല്ലാവരോടും ഞങ്ങൾ അഗാധമായ ദുഃഖം അറിയിക്കുന്നു. ഈ രാജ്യത്തിനു വേണ്ടി വീരചരമമടഞ്ഞ ഒരു പോരാളിയായി ശ്രീ രാമചന്ദ്രൻ എന്നും അനുസ്മരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ കുടുംബത്തിൻ്റെ ദുഃഖം താങ്ങാനാവാത്തതാണ്. മകളുടെയും കൊച്ചുമക്കളുടെയും മുന്നിൽ വെച്ചാണ് രാമചന്ദ്രൻ കൊല ചെയ്യപ്പെട്ടത്. തീർച്ചയായും വേദനയാർന്ന ആ അനുഭവം രാജ്യത്തൊരിടത്തും ഇനി ഒരു സ്ഥലത്തും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ അതാത് ഗവൺമെൻറ്റുകൾ ശ്രദ്ധ ചെലുത്തണമെന്നാണ് ഞങ്ങളുടെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഉത്തരവാദിത്വത്തോടുകൂടി എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. വി.ഡി. സതീശൻ രാമചന്ദ്രനെ അനുസ്മരിക്കുകയായിരുന്നു. മകളുടെയും കൊച്ചുമക്കളുടെയും മുന്നിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട രാമചന്ദ്രൻ ജനമനസ്സുകളിൽ ജീവിക്കുമെന്ന് വി.ഡി. സതീശൻ ഉറപ്പിച്ച് പറയുന്നു. എല്ലാവരുടെയും ഉള്ളിൽ ഇപ്പോൾ പ്രതിഷേധം അലയടിക്കുകയാണെന്നും വി.ഡി. സതീശൻ രാമചന്ദ്രൻ്റെ കുടുംബത്തുള്ള ദുഃഖത്തിൽ അദ്ദേഹം പങ്കുചേരുന്നുവെന്നും മാത്രമല്ല രാജ്യത്തിൻ്റെ തീവ്രവാദികൾക്കെതിരെയുള്ള നിലപാടിൽ ഒന്നിച്ചു നിൽക്കുമെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും വളരെ ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. നിസ്സഹായനായ രാമചന്ദ്രൻ നേരെ നിറയൊഴിച്ച തീവ്രവാദിയുടെ കരിങ്കല്ലായ മനസ്സിനോടുള്ള അമർഷം കൂടി ഈ വരുന്ന ഈ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വരുന്ന മനുഷ്യരുടെയൊക്കെ മനസ്സുകളിലുണ്ട്. ജനാരവം വളരെ മൗനത്തിലാണെങ്കിൽ പോലും ഉണ്ടാകും അവിടെ. കാരണം ഇത്രയും സഹൃദയനായ ജനസമ്മതനായ ഒരാളിനെ സ്വന്തം മകളുടെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയ അനുഭവം ഒരുപക്ഷേ ഈ പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണത്തിലെ ഒരു ഇരയായി രാമചന്ദ്രൻ ഇടപ്പള്ളിയിലെ രാമചന്ദ്രൻ മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൊതുദർശനം 9:30 മണി വരെ ഇവിടെ ഉണ്ടാകും. ഈ ചങ്ങമ്പുഴ പാർക്കിൽ 9:30 മണി കഴിഞ്ഞാൽ മാമംഗലത്തെ വീട്ടിലേക്ക് മൃതദേഹം മാറ്റും. അവിടെ ബന്ധുക്കൾക്കായിട്ടുള്ള പൊതുദർശനം നടക്കും. ഉച്ചയ്ക്ക് ശേഷം സംസ്കാരം നടക്കും.